ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് വ്യാപക തട്ടിപ്പാണ് നടക്കുന്നത്. ജനം TV വാർത്തയിലാണ് മന്ത്രിയുടെ പ്രതികരണം. കേരള ഭാഗ്യക്കുറിയുടെ പേരിൽ വ്യാപക ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് തിരുവനന്തപുരം വികാസ് ഭവന്റെ വിലാസം. നൽകുന്ന ലോട്ടറി ടിക്കറ്റുകളിൽ സർക്കാർ മുദ്രയും ഡയറക്ടറുടെ ഒപ്പുമടക്കമുണ്ട്. സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള ഓൺലൈൻ ലോട്ടറി സംവിധാനവും ഇല്ല എന്നും തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ജനം TVയോട് പറഞ്ഞു. കേരളത്തിൽ 100% സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ലോട്ടറിയാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉത്തരവാദിത്തമുള്ള സീലടിച്ച് കൊടുക്കുന്ന സാധനങ്ങളും അതുവഴിയുള്ള സംവിധാനം അല്ലാതെ വേറൊന്നുമില്ല. ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ ശുദ്ധ തട്ടിപ്പാണ്. അത്തരം കേസുകൾ സർക്കാരിൻ്റെ ശ്രദ്ധ വന്നിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പേര് കർശനമായ നടപടി ഉണ്ടാകും. ഓൺലൈൻ തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതുപോലുള്ള തട്ടിപ്പുകളുണ്ട്. അത് കണ്ട് കിട്ടുന്നവർ അല്ലെങ്കിൽ അത് കാണുന്നവർ അപ്പം തന്നെ പരാതി കൊടുക്കുകയും നടപടിയെടുപ്പിക്കണം. സൈബർ വിങ് ആണിത്. സൈബർ വിങ് അന്വേഷിക്കാം. പക്ഷേ ഇവർ ലോകത്തെ വലിയ തട്ടിപ്പുകാരന്മാരാണെന്നുള്ളൊരു ഗുണമുണ്ട്. അത് അവരതൊക്കെ വെച്ചിട്ട് തട്ടിക്കാൻ ശ്രമിക്കും. തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായും ലോട്ടറി തട്ടിപ്പ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി പണം കൈപ്പറ്റി വാട്സപ്പ് വഴി ലോട്ടറി ടിക്കറ്റ് അയച്ചാണ് തട്ടിപ്പ്. നിരവധി പേരാണ് ഇതിനോടകം ഈ വലയിൽപ്പെട്ടത്. പോലീസിലെ സൈബർ വിഭാഗം തട്ടിപ്പുകാർക്കെതിരെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം.